ഹായ് ഫ്രണ്ട്സ്, ജംബോ പ്ലംബിംഗ് ആൻഡ് വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡ്രൈ കോർബിറ്റുകളാണ്. അതായത് നമ്മൾ ബ്രിക്ക്, അതുപോലെ വെയ്റ്റ്ലെസ് കട്ടകൾ, കുരുടീസ്, അങ്ങനെ വെട്ടുകല്ല്, അതുപോലെ ഇഷ്ടിക, ചുടുകട്ടയൊക്കെ തുളക്കാൻ പറ്റിയ ഡ്രൈ കോർബിറ്റുകൾ. ഡയമണ്ട് ടിപ്പാണ് ഇത് ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വെള്ളം കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഈ സാധനത്തിന് വെള്ളം കൊടുക്കാതെ നമുക്ക് ഡ്രൈ ആയിട്ട് തുളയ്ക്കാം. അപ്പോൾ അത് തുളയ്ക്കാൻ പറ്റുന്നൊരു അഡാപ്റ്ററിനും കൂടിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഏകദേശം 9 ഇഞ്ച് 6 ഇഞ്ച് മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഇന്ന് നമ്മൾ ഒന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതിനിങ്ങനെ ഒരു ബിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ബിറ്റിന് ഈ സൈഡ് ശ്രദ്ധിച്ചാൽ കാണാം, ഒരു നട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഫ്ലാറ്റായിട്ട് ഒരു സ്ഥലം ഇവിടെ ബിറ്റിൻ്റെ അറ്റത്തുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇട്ടിട്ട് ഈ ബിറ്റ് ലോക്ക് ചെയ്യുക. ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആ ലോക്കിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ കറക്റ്റ് ടൈറ്റായി അവിടെ നിൽക്കും. പിന്നെ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ബിറ്റ് വേണമെങ്കിലും ഇതിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്. ഇതിൻ്റെ കൂടുതൽ ലെങ്ത്ത് ഉള്ളതും കിട്ടും, ഇതിൻ്റെ കുറഞ്ഞ ലെങ്ത്ത് ഉള്ളതും കിട്ടും. അപ്പോൾ മാക്സിമം നമുക്ക് കൂടിയാൽ ഇത്രയും ലെങ്ത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിൽ കൂടുതലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അത്രയ്ക്ക് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഡ്രില്ലുകളും വേണം. അപ്പം നോർമലി നമ്മൾ സാധാരണയുള്ള 850 വാട്ട്സ് ഡ്രില്ലിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അഡാപ്റ്ററാണ് ഈ സാധനം. പിന്നെ ലോക്ക് ടൈപ്പാണ്, SDS+ ആണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ബ്രാൻഡഡ് കമ്പനികളിൽ വരുന്നതുണ്ട്, മക്കിത്തേൽ വരുന്നതുണ്ട്. ഇത് നമുക്ക് ബുള്ളറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിൽ വരുന്നതാണ്. അപ്പോൾ ഒരുപാട് കമ്പനിയിൽ വരുന്നതുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തതാണെങ്കിൽ കുറേ ലാസ്റ്റ് ചെയ്യും. ഈ ബിറ്റ് മാത്രമാണ് നമുക്ക് ഈ ടിപ്പും ഇതൊക്കെ പോയിട്ട് ഇത് കുറച്ച് കഴിഞ്ഞാൽ മാറ്റേണ്ടി വരും. അപ്പോൾ ഓരോരോ ബിറ്റിന് ഓരോരോ പൈസയാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ട ബിറ്റ് ഏതാണെന്ന് വിചാരിച്ചാൽ ആ ബിറ്റ് എല്ലാം സെറ്റായിട്ട് മേടിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ 1.5 ഇഞ്ച്, 2 ഇഞ്ച്, 1 ഇഞ്ച്, 3/4 ഇഞ്ച് ഇതാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ 3/4, 1, 1.5, 2 ഈ സാധനങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് അടിക്കേണ്ട എല്ലാ സ്ഥലത്തും നമ്മൾ ഈ ബിറ്റൊക്കെ വെച്ച് ചിസിലിങ് ചെയ്യുമല്ലോ, ചിസിലിങ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഡ്രില്ലിംഗ് ആയിട്ട് നമുക്ക് ഡ്രില്ലിൻ്റെ ഓപ്ഷനിലിട്ടാൽ അത് ഹാമറിങ് ഓപ്ഷനിലിട്ടിട്ട് നമുക്ക് സുഖമായിട്ട് ഇത് ഡ്രില്ല് ചെയ്യാം. അപ്പോൾ 1.5 ഇഞ്ച് മുതലാണ് ഇത്, 1/2 ഇഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ 4 ഇഞ്ച്, 5 ഇഞ്ച്, 6 ഇഞ്ച് വരെയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് 4 ഇഞ്ച് വരെ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യ ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ ഈ ബിറ്റൊക്കെ ഇട്ടിട്ട് ഇത് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിന് പറ്റിയ ഹെവി ഡ്യൂട്ടി ഹാമർ ഡ്രില്ലൊക്കെ വേണം. ആ ഹാമർ ഡ്രില്ല് ഇട്ടിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. മക്കിത്തേൻ്റെ ഒരു കോഡ്ലെസ് ആണ്. ചെറുതായിട്ടുള്ള ഒരു ഹാമറിങ്ങിനും ഒക്കെ പറ്റുന്ന ഒരു മെഷീനാണിത്. ഇതിൽ ഒരിക്കലും ഈ ഡ്രൈ കോർബിറ്റ് ഇട്ടിട്ട് നമുക്ക് ഇതിൽ അടിക്കാൻ പറ്റില്ല. കാരണം ഇതിന് അത്ര ലൈഫില്ലാത്ത ഒരു സാധനമാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ഡെമോൻ്റെ ഭാഗമായിട്ട് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ 1.5, 1, 3/4, 2 ഈ സാധനങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് നമുക്ക് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉപകാരമാണ്. ബ്രിക്കിൽ ഹോളോ ബ്രിക്സ്, വെയ്റ്റ്ലെസ് കട്ടയിലൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് ഹോളായി കിട്ടും. ഹോളോ ബ്രിക്സിലും വെട്ടുകല്ലിലാണ്, ഇഷ്ടികയിലും കിട്ടും. വെട്ടുകല്ലിലാണ് കുറച്ച് റഫ്. അതിന് നമുക്ക് ഹെവി ഡ്യൂട്ടി ഡ്രില്ലുണ്ടെങ്കിൽ ഏറ്റവും തുളയ്ക്കാൻ പറ്റിയൊരു
സാധനമാണിത്. ഡ്രൈക്കോർ ബിറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ SDS പ്ലസ് അഡാപ്റ്ററും. ഓക്കെ.